ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് BRCയുടെ കീഴിൽ നടന്ന സർഗോത്സവം എന്ന ഒരു വിളംബര ഘോഷയാത്രയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ ഒരു ചായയും കടിയൊക്കെ അവിടെ നിന്ന് തന്നായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒപ്പിടണമെന്ന്. എല്ലാവരും അവരുടേതായ രീതിയിൽ ഒപ്പിടാൻ പറഞ്ഞു. കൂട്ടുകാരെ, BRCയുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും മീനുകുട്ടിയും തന്നെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് എടുത്തെങ്കിലും പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം നമുക്ക് ഒന്നിനും ആ ഒരു ട്യൂണ് പാട്ട് ഒന്നും കേൾപ്പിക്കാൻ കഴിയില്ല കേട്ടോ. എല്ലാ പെർഫോമൻസും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ നമുക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാം ആയതുകൊണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ അതൊന്നും ഒരു കുറവ് അല്ല. എല്ലാ വർഷവും ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിംഗർ സുരസാഗറിൻ്റെ നല്ല അടിപൊളി ഒരു ഗാനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം വീണ്ടും ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല സൂപ്പർ പ്രോഗ്രാമുകളായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാവരും പെർഫോമൻസ് ചെയ്തത് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ ഇതാ നമ്മുടെ ഒരു കുട്ടിയുടെ പാട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് കാണിക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടുകൾ ഇതിന് ട്യൂണ് കാണിച്ചിട്ടുണ്ട്, ട്രാക്ക് കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും പ്ലേ ചെയ്യാൻ കഴിയത്തില്ല. മീനൂട്ടിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ. മീനൂട്ടി അടിപൊളിയായിട്ട് മീനൂട്ടിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും ഫുഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പാഴ്സൽ ബിരിയാണി ആയിരുന്നു. അപ്പം ഞാനും മീനുകുട്ടി ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ടിരുന്ന കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഉപ്പിട്ട സ്ഥലത്ത് പിന്നെയും കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മീനുകുട്ടി പടം വരയ്ക്കാനും ഉപ്പിടാനും തുടങ്ങി. പടം വരയ്ക്കാനൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറേ പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല സൂപ്പറായിട്ടുള്ള പ്രോഗ്രാമുകളായിരുന്നു. നമുക്ക് എല്ലാവർക്കും പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മീനൂട്ടിയുടെ ഒരു കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും എന്നുള്ള ഒരു അറിവുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു സാറ് അവിടെ വരികയുണ്ടായി. അപ്പം ആ സാറ് വന്നതിന് ശേഷം പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിനിടയ്ക്കാണ് സാറ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് കേട്ടോ. നമ്മളുമായിട്ട് ഒക്കെ ഒരുപാട് ഇത് സംസാരിച്ചിട്ടാണ് സാറ് പോയത്. മീനുകുട്ടിയുടെ പ്രോഗ്രാം നടന്നു. പക്ഷെ ഇതിന് മുമ്പ് നമ്മൾ ഇട്ടത് കാരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്താത്തത്. കഥ പറഞ്ഞു, പാട്ട് പാടി. മീനുകുട്ടിക്ക് ചെറിയൊരു സമ്മാനം, മീനുകുട്ടിയുടെ അതിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു സമ്മാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു.